കുണ്ടറയിൽ നിന്ന് സെയ്ഫ് സൈൻലാബ്ദീൻ തലസമയം ചേർന്നു. സെയ്ഫ്, എന്താണ് അവിടുത്തെ സ്ഥിതി? എന്താണ്? പൂന്തുറ ഇത് ഈ UDF LDF സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സ്ഥലമാണ് പൂന്തുറ മേഖല എന്ന് പറയുന്നത്. രാവിലെ മുതൽ തന്നെ 6:30 മുതൽ തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ സമയത്തും ആളുകളുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബൂത്തുകളിലെല്ലാം നല്ല ക്യൂ ഉണ്ട്. ആൾക്കാർ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. 45 ദിവസം നീണ്ടു നിന്ന വലിയ പ്രചരണം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് കൃത്യമായ സന്ദേശമാണ് രാവിലെ മുതൽ ഇടതടവില്ലാതെ വന്ന് ആൾക്കാർ വോട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 10 പേര് വോട്ട് ചെയ്ത് പോയാൽ 15 പേര് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിഷാൻ അറിയാമായിരിക്കും, ഈ തീരദേശ മേഖല ആണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും UDF സ്ഥാനാർത്ഥിയുടെ വിജയം നിശ്ചയിച്ചതിലൊരു പ്രധാനപ്പെട്ട ഘടകമായത്. നഗര കേന്ദ്രീകൃത വോട്ടുകൾ രണ്ടായി പോകുമ്പോൾ തീരദേശത്തെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതാണ് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇത്തവണ LDF അതുപോലെ തന്നെ പ്രതീക്ഷ ഈ മേഖലകളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ പങ്കുവെക്കുന്നുണ്ട്. അവർക്കും ഈ തവണ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷ അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടികൾക്ക് വളരെ നിർണായകമായ ഒരു മേഖലയാണ് പൂന്തുറ മേഖല എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, 6 മണി കഴിഞ്ഞിട്ടും നീണ്ട നിര പൂന്തുറയിലെ പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലുള്ള അവസ്ഥയാണ്. ജനങ്ങൾ ഇറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പതിവ് അത് ഇത്തവണയും പൂന്തുറ മാറ്റി നിർത്തുന്നില്ല. ഈ ക്യൂ നമ്മൾ കാണുന്ന പോലെ നീണ്ട ക്യൂ ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ 73.04% പോളിംഗ് എങ്കിൽ തിരുവനന്തപുരത്തെ ഈ മേഖലയിലും നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിലും ആൾക്കാർ കൂട്ടത്തോടെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. രാവിലെ ശശി തരൂർ വോട്ട് ചെയ്തു. പന്ന്യൻ രവീന്ദ്രൻ ഇന്നലെ കണ്ണൂർ പോയി അദ്ദേഹം വോട്ട് ചെയ്ത് 11:45 കൂടി അദ്ദേഹം ചാക്കയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് വോട്ടുണ്ട്, ബാംഗ്ലൂരാണ്, പക്ഷേ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പല ജില്ലകളിലുള്ള ആൾക്കാർ അതാത് അവരുടെ മണ്ഡലങ്ങളിൽ വന്ന് വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. രാവിലെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിൽ ഉള്ള അതേ തിരക്ക് അത് ഈ മേഖലകളിലും തീരദേശ മേഖലകളിലും നമുക്ക് പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിഷാദ്. അത് UDF സംബന്ധിച്ച് LDF സംബന്ധിച്ചും അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ്.